എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കുക്കറിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ബിരിയാണിയാണ്. മസാലയും ചോറും ഒന്നും മിക്സായി പോകാതെ തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുക്കറിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 8 മുതൽ ഒരു 9 വരെ ഇതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 തുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഇത്. ഏകദേശം ഒരു 10-22 എണ്ണോളം വരും. ആ ഒരു വെളുത്തുള്ളി എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ഒരു പകുതി അളവിൽ നമുക്കിതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ഇഞ്ച് വലുപ്പത്തിലുള്ളൊരു 2 കഷ്ണം ഇഞ്ചി ഇതിലേക്ക് കട്ട് ചെയ്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന സവാളയും അതുപോലെ തക്കാളിയാണ്. സവാള ഞാനിതിലേക്ക് ടോട്ടൽ എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള സവാള തന്നെ 4 എണ്ണമാണ് കേട്ടോ. 4 സവാള കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് ഇതുപോലെ 2 പാത്രത്തിലായിട്ട് പപ്പാതി അളവിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലുള്ളത് നമുക്ക് ഫ്രൈ ചെയ്യാനും ഈ ഒരു പാത്രത്തിലുള്ളത് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതുമാണ്. പിന്നെ വേണ്ടത് മീഡിയം വലിപ്പമുള്ള നല്ല പഴുത്ത 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ മല്ലിയിലയും പുതിനയിലയും വേണം. 3/4 കപ്പളവിൽ മല്ലിയിലയും 1/2 കപ്പളവിൽ പുതിനയിലയും എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കന് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ ഒരു വെള്ളമെല്ലാം തോർന്നിരിക്കുകയാണ്. സാധാരണ നമ്മൾ ബിരിയാണിക്ക് കട്ട് ചെയ്യുന്ന ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇല്ലേ, അതിൽ നിന്ന് 2 ടീസ്പൂണോളം ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കപ്പ് അളവിൽ തൈരും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മല്ലിയിലയും പുതിനയിലയിൽ നിന്ന് തന്നെ ഏകദേശം മല്ലിയിൽ ഒരു 2 ടേബിൾ സ്പൂണുകൾ ഇട്ട് കൊടുക്കുക. പുതിനയിൽ 1 ടേബിൾ സ്പൂണുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അത്രയും സമയമൊന്നും വെക്കാൻ പറ്റില്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റോളെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ജീരകശാല അരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 250 ml ഈ ഒരു കപ്പിൽ 2.5 കപ്പ് അളവിൽ ജീരകശാല അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്കൊരു 3-4 തവണ കഴുകിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇതുപോലെ 5 ലിറ്റർ അളവിലുള്ളൊരു കുക്കറാണ്. ഈ ഒരു കുക്കറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും അതുപോലെ തന്നെ ഒരു 2-2.5-3 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലും നെയ്യും എല്ലാം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പപ്പാതി അളവിൽ സവാള 2 പാത്രത്തിലായിട്ട് മാറ്റി വെച്ചിട്ടില്ലേ, അതിൽ ഒരു പാത്രത്തിലെ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. നമ്മൾ സാധാരണ ബിരിയാണിക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്യത്തില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ഒരു സവാള നമുക്ക് ഈ ഒരു കുക്കറിനകത്തൊന്നും എടുത്ത് മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാഷ്നട്ട് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഉണക്കമുന്തിരിയും കാഷ്നട്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതും ഇതുപോലെ ഞാനൊന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു തക്കോലും അതുപോലെ തന്നെ ഒരു 3 ഏലക്കായും 3 ഗ്രാമ്പും ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയാണിത്. ഒരു ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ വഴറ്റാൻ വേണ്ടിയിട്ട് സവാള മാറ്റി വെച്ചിട്ടില്ല ഒരു പാത്രത്തിൽ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ വഴണ്ടി വരുന്ന സമയത്ത് നമ്മളൊരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചതച്ചെടുത്ത് വെച്ചിട്ടില്ലേ, അത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ച ചുവ മാറി വരുന്ന സമയത്താണ് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും ചേർത്ത് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ കുക്കറങ്ങ് അടച്ചു വെച്ച് കൊടുക്കണ്ട, ഇതുപോലെ ജസ്റ്റ് ആ ഒരു മൂടി അതിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു 4-5 മിനിറ്റോളം ഈ ഒരു മൂടി ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരു 4-5 മിനിറ്റിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി നോക്കുമ്പോഴത്തേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചിട്ടെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക.
അപ്പോൾ ഇതുപോലെ നമ്മളൊരു ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു മൂടിയൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണ്ട. ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിൽ നന്നായിട്ട് ആവി കയറിയിട്ട് ചിക്കനകത്ത് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അങ്ങനെ ഒരു വെള്ളം നന്നായിട്ട് ഇറങ്ങണം. അതിന് വേണ്ടിയിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തന്നെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. തീ നന്നായിട്ട് കുറച്ച് വേണം ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ മറ്റൊരു അടുപ്പിലേക്ക് മാറ്റാണ്. ഫ്ലെയിം ഓൺ ചെയ്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെയാണ് മറ്റൊരു അടുപ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മൾ അരി അളന്നിട്ടെടുത്ത അതേ കപ്പിൽ തന്നെ 2.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാണ് കേട്ടോ. നമ്മൾ 2.5 കപ്പ് അളവിൽ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ആ ഒരു സെയിം അളവിൽ തന്നെ വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതുപോലെ കുക്കറിൽ ബിരിയാണി വെക്കുന്ന സമയത്ത് ആ ഒരു സെയിം അളവിൽ തന്നെ വേണം കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ 1 കപ്പിന് 1.5 കപ്പൊക്കെ അല്ല ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ അത് വേണ്ട. 2.5 കപ്പ് അരി എടുത്താൽ 2.5 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതായത് 1 കപ്പ് അരി ആണെങ്കിൽ 1 കപ്പ് വെള്ളം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു വെള്ളത്തിൽ. അതായത് ഈ ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ആ ഒരു ബിരിയാണിക്ക് നല്ല കറക്റ്റായിട്ടുള്ളൊരു ഉപ്പ് വരുന്നത്. എന്നാൽ ഒരുപാടങ്ങ് കൂടി പോകരുത്. ആ ഒരു വെള്ളത്തിൽ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് വരണം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം ഞാൻ ഈ ഒരു അടുപ്പിലേക്കൊന്ന് മാറ്റുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റോളം തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കനകത്തുനിന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളയില്ലേ, അത് ലാസ്റ്റ് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ വീട്ടിൽ അപ്പം തന്നെ പൊടിച്ചിട്ടുള്ള ഒരു ബിരിയാണി മസാല ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ റെഡിമെയ്ഡ് മസാലയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മല്ലിയിലയും പുതിനയിലയും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ കുറച്ചൊന്ന് വെച്ചതിന് ശേഷം ബാക്കി ഒരു മല്ലിയിലയും പുതിനയിലയും മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കണം. എന്നിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഉപ്പ് കൂടി പോകരുത്. കറക്റ്റ് ഒരു ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം നോക്കുക. നമ്മളിതിലേക്ക് ഉപ്പുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള അരി നന്നായിട്ടൊരു 4-5 തവണ കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു അരിപ്പ് പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിരുന്നു. ആ ഒരു അരി നമുക്കിതിലേക്ക് മുഴുവനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരി മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടിപ്പൊത്തി കൊടുക്കുക. ആ ഒരു അരിയും ഈ ഒരു ചിക്കൻ്റെ ഒരു മസാലയും കൂടി നമ്മൾ മിക്സ് ചെയ്യരുത്. ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് നല്ല തിളച്ച് കിടക്കുന്ന ഒരു വെള്ളമില്ലേ, ആ ഒരു വെള്ളം ഇതിലേക്ക് നമ്മൾ പതിയെന്ന് ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മസാലയും ചോറും തമ്മിൽ അങ്ങ് മിക്സ് ആകാതെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കുക്കറിൽ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന ഒരു 2.5 കപ്പ് അളവിൽ വെള്ളം തന്നെ വേണം കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു ഇറച്ചിച്ചോറൊക്കെ ചെയ്യുന്ന ഒരു രീതിയിലാവും. ഇതുപോലെ തന്നെ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുക കുക്കർ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിപ്പിക്കുക കേട്ടോ. വിസിലിൻ്റെ എണ്ണവും കൂടി പോരുത്. ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിക്കുക. ഇത് കണ്ടില്ലേ, ഹൈ ഫ്ലെയിമിൽ ഒരൊറ്റ വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ നമ്മൾ വെക്കുക കേട്ടോ, തുറക്കാതെ. ആ ഒരു അടുപ്പ് നല്ല ചൂടായിട്ട് കിടക്കല്ലേ, ആ ഒരു അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു 20 മിനിറ്റോളം നമ്മൾ തുറക്കാതെ തന്നെ വെക്കുക കേട്ടോ. തുറക്കുകയേ ചെയ്യരുത്, എങ്കിലേ കറക്റ്റ് ആ ഒരു വേവ് ഫുള്ളാവത്തുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. 20 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ തുറന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ തുറന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കാഷ്നട്ടും ഉണക്കമുന്തിരി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് സവാള ഫ്രൈ ചെയ്തതൊക്കെ നമ്മൾ വെച്ചിട്ടില്ലേ, അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബിരിയാണി മസാലയും കൂടെ തൂകിയിട്ട് നമുക്ക് ആ ഒരു ചോറ് മാത്രമായിട്ട് ആ ഒരു അടിയിലേക്ക് ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യേണ്ട. ആ ഒരു ചോറ് മാത്രമായിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ചോറ് മാത്രമായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു ഉണക്കമുന്തിരി മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ ഒരു കാഷ്നട്ടും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ അടച്ചൊരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടില്ല, ഒരു ചോറും ഇറച്ചിയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാതെ ആ ഒരു ചോറ് മാത്രമായിട്ട് ഇതുപോലെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ ഒരു ചോറൊക്കെ നല്ല കറക്റ്റ് വേവാണ് കേട്ടോ, ഒട്ടും കുഴഞ്ഞും പോയിട്ടില്ല. കറക്റ്റ് ആ ഒരു വേവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളൊരു കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടൈമൊക്കെ കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും പിന്നെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറക്കുക.
എന്നിട്ട് നമ്മളൊരു ചോറെല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സെർവ് ചെയ്താൽ മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി സ്റ്റൈൽ തന്നെയുള്ളൊരു ചിക്കൻ ബിരിയാണി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ചോറ് ഇതുപോലെ മാറ്റിയതിന് ശേഷം ആ ഒരു മസാല എല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ സെർവ് ചെയ്യുന്ന പോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു മസാലയും ചോറൊന്നും മിക്സായി പോകത്തുമില്ല. എന്നാൽ കുക്കറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.